ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വീഡിയോ എന്തായിരുന്നു വെച്ചാൽ ചെക്കിലേക്കുള്ള എംബസി ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടായിരുന്നു. എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു എന്നോട് ചോദിച്ചാൽ എൻ്റെ ഒരു അനുഭവമായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചെക്കിലേക്കുള്ള എംബസിയിലുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെക്കിലെ എംബസിയിലെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഡൽഹിയിൽ ഡയറക്റ്റ് നേരിട്ട് പോയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. VFSO കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് എംബസിന്റെ ഭാഗത്തു നിന്ന് ഒരു മെയിൽ വരും. ആ മെയിലിൽ എന്തായാലും നമുക്ക് കറക്റ്റ് ഒരു സമയവും നമ്മളൊരു ദിവസവും പറഞ്ഞിട്ടുണ്ടാവും. ആ ദിവസമാണ് നമ്മൾ ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഒരു 8 ഡോക്യുമെന്റ്സ് ആണ് നമുക്കുള്ളത്. അതിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്ന ഡോക്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഫോമാണ്. 2 തരത്തിലുള്ള അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതിലൊന്നാണ് വൈറ്റ് കളറിലുള്ളതും ഗ്രീൻ കളറിലുള്ളതും. ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. ഗ്രീൻ കളർ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 1 മന്തിനുള്ളിൽ ഇവിടുത്തെ മിനിസ്ട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TRC കാർഡ് കിട്ടും. നമുക്ക് വൈറ്റ് ഫോം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ടിൽ 1 ഇയറിലേക്കുള്ള വിസ ആണ് കിട്ടുക. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളതിൽ കാർഡ് ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഗ്രീൻ ഫോം എല്ലാവരോടും വെക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ പാസ്പോർട്ടിന്റെ കോപ്പി നമ്മളെ കയ്യിൽ വേണം. ഈ പാസ്പോർട്ടിന്റെ കോപ്പിക്ക് പാസ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം, പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. വാലിഡിറ്റി നമ്മൾ അത് കറക്റ്റ് നമ്മൾ നോക്കണം. അടുത്തൊരു ഡോക്യുമെന്റ് എന്താണ് വരുന്നത് വെച്ചാൽ നമ്മളെ ആക്സെപ്റ്റൻസ് ലെറ്റർ. അത് ചെക്കിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചു തന്ന ആക്സെപ്റ്റൻസ് ലെറ്റർ നമ്മളെ കയ്യിൽ വേണം. അതുപോലെ തന്നെ നമ്മളെ അക്കോമഡേഷൻ കോൺട്രാക്റ്റും അതും ചെക്കിലുള്ളത്, അതും നമ്മൾ ഈ എംബസിയിൽ സബ്മിറ്റ് ചെയ്യണം. ഈ 2 ഡോക്യുമെന്റും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു അഡ്മിഷൻ ശരിയാക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമ്മളെ ചെക്കത്തെ അഡ്രസ്സിൽ നിന്ന് നമ്മളെ നാട്ടിലത്തെ അഡ്രസ്സിലേക്ക് പോസ്റ്റൽ വഴി അയക്കും. അപ്പോൾ നമുക്ക് അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മളെ കൈമിലുണ്ടാവും. ആ ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് നമ്മൾ എന്താക്കേണ്ടത്, വിസന്റെ എംബസിന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അടുത്തൊരു ഡോക്യുമെന്റ് എന്താ വരുന്നത് വെച്ചാൽ നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മളെ കൈമിൽ വേണം. ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ത്യയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 months വാലിഡിറ്റി ഉള്ള ഒരു PCC കിട്ടും. ഈ PCC മാത്രമായിട്ടല്ല നമ്മൾ വരേണ്ടത്, ആ PCC അപ്പോസ്റ്റിൽ ചെയ്യണം. അതിന് പുറമെ നമ്മൾ ചെക്കിൽ ഒരു ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നമ്മൾ ആ PCC ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, PCCന്റെ കാര്യം ക്ലിയർ ആയി. അടുത്ത് വരുന്ന പോയിന്റ് എന്താ വെച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമ്മളെ ചെക്കിലേക്ക് വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താക്കണം, ചെക്കിലേക്ക് വരാനുള്ളത് കാണിക്കണം. ഒരു 7 ലക്ഷത്തോളം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 7 ലക്ഷത്തിന് മുകളിലും വെക്കാം. അപ്പൊ അത്രത്തോളം രൂപ നമ്മളെ അക്കൗണ്ടിൽ ഒരു 1 month വാലിഡിറ്റിന്റെ ഉള്ളിൽ നമ്മൾ കാണിക്കണം. നമ്മളെ അക്കൗണ്ടിൽ ആ പൈസ വേണം. ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെ പേപ്പറിലും 3 month പേപ്പറിലും ബാങ്ക് മാനേജറെ സീലും സൈനും എന്തായാലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം എംബസിയിൽ പോയിട്ട് പക്ഷേ ഞാൻ ചില കേസുകൾ കേട്ടിട്ടുണ്ട്, സൈൻ ഇടാൻ മാത്രം സ്റ്റാമ്പ് മാത്രമായിട്ട് പോയവരൊക്കെ വീണ്ടും വിളിപ്പിച്ചിട്ടുള്ള കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു ഇന്റർനാഷണൽ വിസ കാർഡ് നമ്മളെ കൈമിൽ വെക്കണം. ഈ വിസ കാർഡ് എന്താക്കണം, ഈ വിസ കാർഡിൽ നമ്മളെ പേര്, അതായത് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കുന്ന അതേ ബാങ്കിന്റെ തന്നെ വിസ കാർഡ് ആയിരിക്കണം നമ്മളെ കൈമിൽ ഉണ്ടാകേണ്ടത്. പിന്നെ ഇതിനൊക്കെ പുറമെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഡോക്യുമെന്റ്സിനൊക്കെ 6 month വാലിഡിറ്റി ഉണ്ടാവും. നമ്മൾ എന്ത് ഡോക്യുമെന്റ് ചെക്ക് എംബസിയിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഒരു 6 month എങ്കിലും വാലിഡിറ്റി ഉണ്ടാവണം. 6 monthൽ അപ്പുറം വാലിഡിറ്റി കഴിഞ്ഞ് പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ എംബസി അവർ സ്വീകരിക്കുന്നില്ല. ഓക്കെ, ഇനി ഇത്രയും ഡോക്യുമെന്റ് പറഞ്ഞതിൽ നമ്മൾ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ 2 അല്ലെങ്കിൽ 3 കോപ്പി എടുത്ത് പോയാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. കാരണം അവിടുന്ന് അപ്പം തന്നെ പോയി എടുത്ത് വരുന്നതിനേക്കാൾ ആ ഒരു ടൈം ഡിലേനേക്കാളും നല്ലത് നമ്മൾ ആദ്യം നമ്മളെ ഡോക്യുമെന്റ്സ് ഒക്കെ എത്ര കോപ്പിയാണോ വേണ്ടത് അത്രയും കോപ്പി നമ്മളെ കൈമിൽ വെച്ചിട്ട് പോകുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ എൻ്റെ ചെക്കിലേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ Instagram ID ഞാൻ താഴത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കമന്റിൽ വന്ന് ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും കുട്ടികളൊക്കെ ചെക്കിലേക്കോ അല്ലെ യൂറോപ്യൻ കൺട്രീസിൽ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പം ബൈ.